ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു SSYT. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള 4 ടിപ്സ് ആൻഡ് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഷ്യൻ പാലസിൽ വന്നിട്ട് നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ ഫൈറ്റ് എടുക്കാൻ പോകുമ്പോൾ ആദ്യം ഈ ഒരു പ്ലേസ് കണ്ടിട്ടില്ല, ഈ ഒരു കുറച്ച് ചെടികളൊക്കെ ഉള്ള ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അടിപൊളിയായിട്ട് കയറി നിന്നിട്ട് ആരും കാണാണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ചെടികളുടെ ലീഫിൻ്റെ ഒക്കെ ബാക്ക് സൈഡിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇൻസിൻ്റെ സൈഡിൽ നിന്ന് ഹൈഡായി നിന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അവരെ അടിച്ചിടാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന മാത്രമല്ല, നല്ലൊരു പൊസിഷൻ നോക്കി ജസ്റ്റ് ഒന്ന് നിന്നിട്ട് നമുക്കിവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരാൾ പോലും എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മളിതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഓഷ്യൻ പാലസിൽ ഈ ഒരു സൈഡിൽ ഫുള്ള് ആൾക്കാരൊക്കെ ഫൈറ്റ് എടുക്കുമ്പോൾ ഓരോ ആൾക്കാർ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഓടുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അടിച്ചിടാൻ പറ്റും. ഓക്കെ, ആരും എത്ര പെട്ടെന്ന് സ്പോട്ട് ചെയ്യില്ല, കാരണം നമ്മളിതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരാൾ പോലും ഗസ് ചെയ്യില്ല. നമുക്ക് ഇവിടെ നിന്നിട്ട് തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് ഏത് സൈഡിലേക്ക് വേണമെങ്കിൽ ഫൈറ്റ് എടുക്കാൻ പറ്റും. ഈ ഒരു സൈഡിൽ എനിമീസ് ഉണ്ടെങ്കിലും ഈ ഒരു സൈഡിൽ ഏത് സൈഡിലാണ് എനിമീസ് ഉള്ളത് അവിടേക്ക് നമുക്ക് ഫൈറ്റ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാനും പറ്റും, പെട്ടെന്ന് ആരും സ്പോട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ പൊസിഷൻ അനുസരിച്ച് നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് എനിമീസിനെ അടിച്ചിടാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഓഷ്യൻ പാലസിൽ ഫസ്റ്റ് ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലൊരു അടിപൊളി സ്പോട്ടാണിത്. ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് എനിമീസിനെ അടിച്ചിടാൻ പറ്റും. ഈ ഒരു ട്രിക്ക് നമുക്ക് ഈ ഒരു സൈഡിലുള്ള ചെടികൾ മാത്രമല്ല, ആ നേരെ കാണുന്ന അപ്പുറത്തെ സൈഡിലുള്ള ചെടികളുടെ ഇടയിലൊക്കെ നമുക്ക് ട്രൈ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ട്രിക്ക്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ട്രിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ഓഷ്യൻ പാലസിൽ തന്നെ ഈ ഒരു സൈഡിലുള്ള ഒരു ടവർ ഉണ്ടല്ലോ, ഞാനിത് മാപ്പിൽ കാണിച്ചിരുന്നുണ്ട്. ഈ ഒരു പൊസിഷനിൽ വരുന്ന അപ്പോൾ എൻ്റെ നേരെ മുമ്പിലുള്ള ഈ ഒരു ടവർ, ഇവിടെയാണ് നമ്മുടെ ട്രിക്ക് ചെയ്യാൻ പറ്റുന്നത്. ട്രിക്കല്ല, നല്ലൊരു പൊസിഷനാണ്. ഓക്കെ, ഞാൻ കാണിച്ചാൽ ആ പ്ലേസ് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൈറ്റ് എടുക്കുമ്പോൾ അറിയാലോ, ഓഷ്യൻ പാലസിലൊക്കെ ഫുൾ ഈ ഒരു ടവറിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ സൈഡിലും ഇനിമീസ് ഇങ്ങനെ കയറി വരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഇറങ്ങുമ്പോൾ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാണിച്ചു തരുമ്പോൾ തന്നെ ഇനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈഡിൽ ഈ ഒരു ടവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇനിമീസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനിമീസ് ഒന്നും കാണാണ്ട് തന്നെ അവർ അടിച്ചിടാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് ഞാൻ കാണിച്ചിരുന്നുണ്ട്. ഈ ഒരു ടവറിൽ നിങ്ങൾ വന്നിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും മുകൾ സൈഡിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു മുകൾ സൈഡിൽ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വാട്ടർ റോഡ് ബ്ലാസ്റ്റർ എന്നുള്ള ആ ഒരു ഇവൻറ്റിൻ്റെ ആ ഒരു എക്യുപ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ഇതിൻ്റെ തൂണിൻ്റെ മുകളിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ വാട്ടർ ബ്ലാസ്റ്റർ വെച്ചിട്ട് കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊസിഷൻ്റെ ബെനിഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നിട്ട് ഈസി ആയിട്ട് എനമീസിനൊക്കെ ഓരോ സൈഡിലും അടിച്ചിടാൻ പറ്റും. ഈ ഒരു സൈഡ് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള സൈഡിലേക്ക് ഫൈറ്റ് എടുക്കാൻ പറ്റും. ഈ ഒരു പൊസിഷനിൽ നിങ്ങൾ നിന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഈ എനമീസിനെ ഈസി ആയിട്ട് അടിച്ചിടാൻ പറ്റും. ഈ ടവറിൽ വരുന്നവരെ തന്നെ നമുക്ക് സുഖമായിട്ട് താഴത്തുനിന്ന് വരുന്നവരൊക്കെ അടിച്ചിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് ട്രിക്കിലേക്ക് പോവാം. നമ്മുടെ മൂന്നാമത്തെ ട്രിക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സെയിം ഈ ഒരു ഓഷ്യൻ പാലസിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പെട്ടെന്ന് എല്ലാവരും അറിയുമെന്നറിയില്ല, നിങ്ങൾ എന്നാലും അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. ഈ ഒരു ടവറിൻ്റെ ഈ ഒരു സൈഡിൽ കണ്ടോ, ഈ ഒരു ലാമ്പിൻ്റെ പോലത്തെ ഒരു സ്ഥലം, ജസ്റ്റ് ഒരു ആൻറ്റിന പോലൊക്കെ ഉള്ള ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇനിമീസിനെ അടിച്ചിടാൻ പറ്റും. ഇവിടെ കയറി നിൽക്കുന്നത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ കിടക്കാം. കറക്റ്റ് ജസ്റ്റ് സൈഡിലേക്കൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് കിടന്നിട്ടുണ്ടെങ്കിൽ സെൻറ്ററിലേക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്ത് വരാം. കണ്ടോ, ഇവിടെ നമുക്ക് ഈസി ആയിട്ട് കിടക്കാം. ആരും ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്ന് അത്ര പെട്ടെന്ന് നമ്മൾ സ്പോട്ടില്ല. മുകളിൽ നിന്ന് നീന്തി വരുന്നവർ ശ്രദ്ധിക്കും, അത് ഈ ഒരു സൈഡിലേക്ക് നീന്തി വരുന്നവർ മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ സൈഡിലേക്കും നമുക്ക് ഇവിടുന്ന് ഫൈറ്റ് എടുക്കാൻ പറ്റും. ഇവിടുന്ന് എല്ലാ സൈഡിലേക്കും ആ ഒരു സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലോ മീൻസ് നമ്മുടെ നേരെ കാണുന്ന എല്ലാ ഏരിയയിലേക്കും നമുക്ക് ഫൈറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സാധനം ശ്രദ്ധിക്കേണ്ടത് ബാക്കിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ട് മാത്രം നോക്കിയാൽ മതി. അല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്നിട്ട് സ്പോട്ട് ചെയ്തിട്ട് എനിമീസിനെ അടിച്ചിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓഷ്യൻ പാലസിൽ നിങ്ങൾ പെട്ടെന്ന് ആരും അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു പ്ലേസ് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ എനിമീസ് ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ഈ ഒരു ഓഷ്യൻ പാലസിൽ അടിപൊളിയായിട്ട് എനിമീസിനെ അടിച്ചിടാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പം നിലവിലൊരു 3 നല്ല ട്രിക്കും കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ. ഇനി നമ്മുടെ ഫൈനൽ ട്രിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഷ്യൻ പാലസിലല്ല, നമുക്ക് നല്ല അടിപൊളിയായിട്ട് പുറത്ത് നമ്മുടെ റാങ്കർ മാപ്പിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ട്രിക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനൽ ട്രിക്കിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ഫൈനൽ ട്രിക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ ഒരു ലംബോർഗിനിയൊക്കെ വരുന്ന ഇങ്ങനെ ഒരു ബിൽഡിംഗ് വരുന്നില്ലേ നമ്മുടെ സ്കൂൾ ഏരിയ മാപ്പിലൊക്കെ വരുന്നത്, ഈ ഒരു പൊസിഷനിൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഹിഡൻ പ്ലേസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ലംബോർഗിനിൻ്റെ നേരെ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കയറുക, ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്തിട്ട് ഒന്ന് കയറി നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഒന്ന് കിടക്കുക. കറക്റ്റ് ഞാൻ കാണിച്ചിരുന്നിട്ട് കിടന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ലംബോർഗിൻ്റെ ഉള്ളിലേക്ക് നിന്ന് കണ്ടോ, ലംബോർഗിൻ്റെ ഉള്ളിലായി ഇപ്പോൾ നിൽക്കുന്നത്. ഒരു എനിമി പുറത്തുനിന്ന് വരുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള മനസ്സിലാവുക പോലും ഇല്ല, കാരണം ഞാൻ കറക്റ്റ് ഞാൻ കാണിച്ചിരുന്നുണ്ട് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ജസ്റ്റ് എൻ്റെ കോസ്റ്റ്യൂം മാറ്റണം. നിങ്ങൾക്ക് ഇതിനനുസരിച്ചുള്ള നല്ല കോസ്റ്റ്യൂം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരാൾ പോലും നമ്മുടെ ഹെഡ് പോലും കാണാണ്ട് നിൽക്കും. ഇപ്പോൾ എൻ്റെ ആ ഒരു ക്ലോത്ത് ഞാൻ ഇടാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇതിനനുസരിച്ചുള്ള ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരാൾ പോലും ഒരിക്കലും കണ്ടുപിടിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഫ്രണ്ട് സൈഡിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്ത് നിന്നാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഒന്ന് ബ്രൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ഒരു അടിപൊളി പ്ലേസിൽ നിൽക്കുന്ന പോലെ ഇറങ്ങി നിൽക്കാൻ പറ്റും. കാരണം എനിമീസ് ഒരിക്കലും സ്പോട്ട് ചെയ്യില്ല. കണ്ടോ നമ്മുടെ ബാഗും കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് ആ ഒരു കാറിൻ്റെ ലംബോർഗിനിൻ്റെ അതേ ഒരു പൊസിഷനിൽ തന്നെ നമ്മുടെ ബോഡി കാര്യങ്ങളൊക്കെ വരുന്നത് അത് ഒരിക്കലും സ്പോട്ട് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ടെങ്കിൽ എനിമീസ് വരുമ്പോൾ ഈ ഒരു സൈഡിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ക്യാമ്പ് ചെയ്യുന്നവർക്ക് ക്യാമ്പ് ചെയ്യാൻ ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മീൻസ് ഒരു സർപ്രൈസ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. എനിമീസ് വരുമ്പോൾ കയറി അടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ട്രിക്കാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു വീഡിയോയിൽ 4 ടിപ്സ് ആൻഡ് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലുള്ള ടിപ്സ് ആൻഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപൊളി നെക്സ്റ്റ് ടിപ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള BGMI ഓർ PUBG മൊബൈലിലെ അടിപൊളി നിങ്ങൾ സീക്രട്ടായി നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് അതുപോലത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ മിസ്സാവേണ്ട എന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓണിലിടുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.